അപ്പൊ നമ്മൾ ധ്യാന ശ്ലോകത്തോടു കൂടി തുടങ്ങാണ്. അറിയാവുന്നവരൊക്കെ ജപിച്ചോളൂ കേട്ടോ. ഓം സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലി സ്ഫുരത് താരാനായകശേഖരാം പാണിഭ്യാം മളിപൂർണരത്നചഷകം ഫലം ബിഭ്രതീം സൗമ്യാം രത്നഗടസ്ഥരക്തചരണാം ധ്യായേൽ പരാമംബികാം ധ്യായേൽ പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായ ദാക്ഷിം ഹേമാംബാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപത്മാംബരാംഗിം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദാം സർവസമ്പത്പ്രദാത്രിം സകുങ്കുമ വിലേപനമളികചുംബികസ്തൂരികാം സമന്ദഹസിതേക്ഷണാം ശചരചാപപാശാങ്കുശാം അശേഷജനമോഹിനീമരണമാല്യഭൂഷോജ്വലാം ജപാകുസുമവാസുര ജപവിദൗ സ്മരേദംബികാം അരുണാകരുണാതരംഗിതാക്ഷിം ധൃതപാശാങ്കുശപുഷ്പഭാണചാപാം മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംബോധ ചതുർബാഹു സമന്വിത രാഗസ്വരൂപപാശാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരൂണ പ്രഭാപൂര മഞ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പകാശോക പുന്നാക സൗഗന്ധീകല സത്കജ കുരുവിന്ദമണിശ്രേണി കനക്കോടീരമണ്ഡിത അഷ്ടമി ചന്ദ്ര ബിഭ്രാജ ദളികസ്ഥല ശോഭിത മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭി വിശേഷക വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക വസ്ത്രലക്ഷ്മീ പരിവാഹ ചലന്മീനാഫലോചന നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുര കദംബ മഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര താടങ്കയുകളീഭൂത തപനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവികബോലഭൂ നവവിദ്രൂപ ബിംബശ്രീ ന്യക്കാരീരദനച്ഛത ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപംക്തിദയോജ്വല കർപ്പൂരവീടികാമോദ സമാകർഷദ്ദിഗന്ധര നിജസല്ലാഭ മാധുര്യ വിനിർബൽസിത കച്ഛബി മന്ദസ്മിത പ്രഭാപൂര മഞ്ജത് കാമേശ മാനസ അനാകലിത സാദൃശ്യ ചിബുഭശ്രീ വിരാജിത കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത കന്ധര കനകാംഗത കേയൂര കമനീയ ഭുജാന്യുത രത്നഗ്രൈവേയ ചിന്ത കലോല മുക്താഫലാന്യുത കാമേശ്വര പ്രേമ രത്നമണി പ്രതിപണസ്തനി നാഭ്യാലവാല രോമാളി ലതാഫലകുജദ്വയീ ലക്ഷ്യരോമലധാധാരത സമുന്നേയ മധ്യമാ സ്തനഭാരദളന്മധ്യ പട്ടബന്ധബലിത്രയ അരുണാരുണ കൗസ്തുംബ വസ്ത്രഭാസത്കടീതടി രത്നകിങ്കിണികാരമ്യ രശനാദാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യ മാർദ്ദവോരുദ്വയാന്വിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപ പരീക്ഷിപ്ത സ്വരതൂണാം ഭജംഗിക ഗൂഢകുൽഫാ കൂർമവിഷ്ട ജയിഷ്ണു പ്രഭദാന്വിത നഗദീദി സംചന്ന നമഞ്ജന തമോ ഗുണ പദദ്വയ പ്രഭാജാല സിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മരാളി മന്ദഗമന മഹാലാവണ്യ ശേവതി സർവാരുണാനവധ്യാംഗി സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവാസ്വാധീനവല്ലഭ സുമേരുമധ്യ ശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത. ഇതുവരെയാണ് നമ്മൾ അർത്ഥം പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ
ചിന്താമണി ഗൃഹാന്തസ്ഥ എന്ന ഇതിന്റെ അർത്ഥമാണ് പറഞ്ഞത്. ഇന്ന് പറയാൻ പോണത് പഞ്ചബ്രഹ്മാസനസ്ഥിത. ഇന്ന് ആ ഒരു നാമത്തിന്റെ അർത്ഥം മാത്രമേ പറയുന്നുള്ളൂ. അത് ഒരുപാട് പറയാനുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് സഹസ്രനാമം റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് മുടക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ വന്നതാണ്. എന്താ അറിയോ, സഹസ്രനാമം ജപിച്ചു തുടങ്ങി കഴിഞ്ഞാൽ, ഞാൻ കുറെ വർഷങ്ങളായിട്ട് ജപിക്കുന്ന ആളാ. പക്ഷെ എന്നാലും നമ്മള് ചില കാര്യങ്ങൾ തുടങ്ങുമ്പോ അതിനെ എന്തെങ്കിലും ഒരു തടസ്സം അവിടെ അമ്മ വരുത്തും. അപ്പൊ ആ തടസ്സങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ ഇന്ന് ഞാൻ അമ്മയോട് അത്രയധികം പ്രാർത്ഥിച്ചു. എന്താ വെച്ചാല്, ഞാൻ ഇന്ന് റെഡ് ബുക്കുകൾ റെഫർ ചെയ്തിട്ടാണ് ഈ അർത്ഥം ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയതാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് നല്ലതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വായിക്കണം, മനസ്സിലാക്കണം. എനിക്കറിയുന്നതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മള് ഇന്നലെ ഞാൻ പറഞ്ഞത് ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത. ചിന്താമണി ഗൃഹാന്തസ്ഥയിൽ നിർത്തി നമ്മള്. ചിന്താമണി ഗൃഹാന്തസ്ഥ എന്നുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിന്തയിലാണ് അമ്മ വസിക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ ചിന്ത എങ്ങനെയായിരിക്കണം, നമ്മുടെ ചിന്ത എന്താണ്, നമ്മുടെ ചിന്തനം എന്താണ്, നമ്മുടെ ഉള്ളിൽ എങ്ങനെയുള്ള ചിന്തകളാണ് വരേണ്ടത്, അതെല്ലാം ഞാൻ പറഞ്ഞു. സാറ് നമ്മുടെ ക്ലാസ്സിൽ ദിവസവും പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ചിന്തയുടെ കാര്യങ്ങൾ. ചിന്ത കുറഞ്ഞു കഴിഞ്ഞാൽ മനസ്സെപ്പോഴും വളരെ ശാന്തമാവും. അപ്പൊ നമ്മൾ സാധാരണ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ചിന്ത വളരെ കുറവായിരിക്കും. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ചിന്തകൾ വരും. ആദ്യം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിന്തകൾ വരും. ആ ചിന്തകളെ കാട് കയറാണ്ട്, ചിന്തകളെ കൺട്രോൾ ചെയ്യരുത്, ചിന്തകളെ കാട് കയറാണ്ട് ചിന്തകള് ഒരു വശത്തു കൂടെ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിനും നമ്മുടെ മനസ്സും വളരെ ശാന്തമാവും. ഒരു ചിന്ത പോലും മനസ്സിൽ വരില്ല. അപ്പം ചിന്ത മനസ്സിൽ വരില്ല എന്നുള്ളത് കൊണ്ട് എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും. അതാണ് അതിന്റെ ഗുണം. അപ്പൊ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലൊക്കെ ആ ശാന്തത നമുക്ക് വ്യക്തമാവാൻ തുടങ്ങും. നമുക്ക് യാതൊരു വിധത്തിലുള്ള ടെൻഷനും മനസ്സിലുണ്ടാവില്ല. എന്ത് വന്നാലും ജീവിതമല്ലേ, അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് എടുക്കാൻ നമുക്ക് സാധിക്കും. ഈ സഹസ്രനാമം ദിവസവും ജപിക്കുന്നതിന്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ സഹസ്രനാമത്തിന്റെ നാമങ്ങൾ ജപിക്കുമ്പോൾ ഈ പ്രാണന്റെ ഊർജത്തിന് ഭയങ്കര വ്യത്യാസം വരും. എന്താ വെച്ചാല്, നമ്മളിപ്പോ നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ അത് വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് നമ്മൾ ഒറ്റ സ്റ്റാൻസിന് ചിലപ്പോ ഒറ്റ ശ്വാസത്തിൽ ചിലപ്പോ 2-3 വരികളൊക്കെ നമുക്ക് ജപിക്കാൻ പറ്റും. അപ്പൊ എന്താണ്, നമ്മുടെ ശ്വാസത്തിന് ഒരു കൺട്രോൾ വരും. അപ്പൊ തന്നെ നമുക്ക് ശരിക്കും നമ്മൾ സാധാരണ മെഡിറ്റേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ ശ്വാസഗതിയെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ തന്നെ മനസ്സ് ശാന്താവാൻ തുടങ്ങും. അപ്പൊ സഹസ്രനാമം ചെല്ലുന്നവർക്ക് അതാണ് അതിന്റെ ഒരു ഗുണം. ആദ്യം നമ്മുടെ ശ്വാസഗതിയെ നിയന്ത്രിക്കാൻ സാധിക്കും. പ്രാണത്തിന്റെ ഊർജത്തിന് ശക്തി കൂടും. നമ്മളിലുള്ള പ്രാണത്തിന്റെ ഊർജത്തിന് ശക്തി കൂടും. ആ പ്രാണോർജത്തിന് ശക്തി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തില്, അതായത് ശരീര അവയവങ്ങൾക്ക്, നമുക്ക് ഒരു ആന്തരികമായ അവയവങ്ങളായാലും പുറത്തുള്ളായാലും നമുക്ക് അസുഖങ്ങൾ വളരെ കുറവായിരിക്കും. ഒരു അസുഖങ്ങളും വരില്ല എന്ന് തന്നെ പറയാം. അപ്പൊ ദിവസവും സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇപ്പൊ ചിന്തയുടെ കാര്യം പറഞ്ഞു. ഇനി അടുത്തത് പറയാൻ പോണത് പഞ്ചബ്രഹ്മാസനസ്ഥിത. പഞ്ചബ്രഹ്മം എന്ന് പറഞ്ഞാല് ശരിക്കും 5, അതായത് പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ 5 ശക്തികളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ശിവന്റെ ഇതാണ് പറയുന്നത്. പക്ഷെ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മ, അതായത് പരമാത്മാവ്. ആ പരമാത്മാവിന്റെ 5 ശക്തികൾ. 5 ശക്തികൾ എന്ന് പറഞ്ഞാല് ഓരോ പ്രപഞ്ചത്തിലുള്ള ഓരോ ജീവജാലങ്ങളിലും എങ്ങനെയാണ് ഭഗവാന്റെ സാന്നിധ്യം പ്രവർത്തിക്കുന്നത്. പരമാത്മാവിന്റെ ശക്തിയുടെ ഒരു ചെറിയ ഒരു അംശമാണ് നമ്മുടെ ഇതിലുള്ളത്. ആ ശക്തിയെ അറിയാന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഉത്കൃഷ്ടമായ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളിലുള്ള ആ പരബ്രഹ്മത്തിനെ അറിയാന്നുള്ളതാണ്, അല്ലെങ്കിൽ അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ബ്രഹ്മത്തിന്റെ 5 ശക്തികൾ എന്തൊക്കെയാണെന്ന് വെച്ചാല്, അതിനെ പറയുന്നത്, വേദത്തിൽ പറയുന്ന പരബ്രഹ്മത്തിന്റെ 5 വിഭൂതികൾ എന്ന് പറയും. പുരാണങ്ങളിൽ പറയുന്ന ശിവന്റെ 5 മുഖങ്ങളാണ്, സുബ്രഹ്മണ്യന്റെ 5 മുഖങ്ങളാന്ന് പറയും. അപ്പൊ ഈ പ്രപഞ്ചത്തില് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അല്ലാത്ത ഒരു 4 സവിശേഷതകളുണ്ട്. അതിനെയാണ് ഭഗവാന്റെ പ്രപഞ്ചത്തിന്റെ 5 വിഭൂതികൾ, അല്ലെങ്കിൽ പരബ്രഹ്മത്തിന്റെ 5 വിഭൂതികൾ എന്ന് പറയുന്നത്. അതില് ഒന്ന് സദ്യോജാതം, 2ാമത്തെ ഈശാനം, 3ാമത്തെ വാമദേവം, 4ാമത്തെ അഘോരം, 5ാമത്തെ തൽപുരുഷം. അപ്പൊ 5 മുഖങ്ങളെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സദ്യോജാതം എന്ന് വെച്ചാല് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളിലും, അതായത് നമ്മൾ കാണുകയും കേൾക്കുകയും, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ കാണുന്ന, കണ്ണുകൊണ്ട് കാണുന്നതും
അനുഭവിക്കുന്നതുമായ കാര്യങ്ങളാണ് പ്രപഞ്ചം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് രൂപങ്ങൾ. ഇപ്പൊ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും, ചരാചരങ്ങൾ, ഇപ്പൊ നദിയായാലും പുഴയായാലും സമുദ്രമായാലും മേഘങ്ങളായാലും ജീവജാലങ്ങളായാലും സസ്യജാലങ്ങളായാലും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് രൂപങ്ങളെയാണ്. അതായത് ഒരു രൂപത്തിനെ, ഒരു സസ്യത്തിനെ നമ്മൾ കാണുമ്പോൾ ഒരു മരത്തിന്റെ പോലെയല്ല അടുത്തൊരു മരം, ഒരു ജീവിയെ പോലെയല്ല അടുത്ത ജീവി, ഒരു മനുഷ്യൻ ആകൃതി കൊണ്ടൊക്കെ ഒരേപോലെയാണെങ്കിലും വ്യത്യസ്ത രൂപങ്ങളിലാണ് അല്ലെ. മനുഷ്യന്റെ രൂപം ഒന്നാണ്, പക്ഷെ വ്യത്യസ്ത ഭാവങ്ങളും വ്യത്യസ്ത ഇപ്പൊ ഒരാളെ പോലെ അല്ലല്ലോ മറ്റൊരാള്. അതേപോലെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും വ്യത്യസ്തങ്ങളാണ്. ജന്തുക്കളായാലും സസ്യങ്ങളായാലും എല്ലാം വ്യത്യസ്തങ്ങളാണ്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരു രൂപത്തെയാണ് സദ്യോജാതം എന്ന് പറയുന്നത്. അതായത് പുറത്തിരിക്കുന്ന ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഉള്ളിലുള്ള ഗുണങ്ങളെ ഒന്നും നമ്മൾ അറിയുന്നില്ല. വെറുതെ ഒരു മരത്തിനെ കാണുമ്പോ ആ മരത്തിന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ ഒരു മരത്തിനെ കാണുമ്പോൾ അത് ഇന്ന മരമാണെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. ആ പുറത്ത് കാണുന്ന ആ ബാഹ്യമായ പ്രപഞ്ചത്തിന്റെ ബാഹ്യമായി കാണുന്ന ഒരു വിഭൂതിയാണ് സദ്യോജാതം എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഈശാനം. ഈശാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടെ അകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോ, അതായത് എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ജീവജാലങ്ങൾക്കെല്ലാം ജീവനുണ്ട്. മനുഷ്യനും ജീവനുണ്ട്. മനുഷ്യനിലെ പ്രാണോർജമാണ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ വസ്തുക്കളിലും ഊർജമുണ്ട്. ഊർജം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ഒരു അംശം. ആ അംശം ഉള്ളതുകൊണ്ടാണ് എല്ലാ വസ്തുക്കളിലും ജീവൻ നിലനിൽക്കുന്നത്. അപ്പൊ നമ്മളെ നിലനിർത്തുന്നത് എന്താണ്? പ്രാണനാണ്. ആ പ്രാണന് ഊർജം കൂട്ടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ, ആ പ്രാണന്റെ ഊർജം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളും, പുറത്തുള്ളതായാലും ഉള്ളിൽ ആന്തരിക അവയവങ്ങളായാലും ഈ പ്രാണന്റെ ഊർജം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമ്മള് രാത്രി കിടന്നുറങ്ങി രാവിലെ എണീക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ എണീക്കില്ല. ആ ഊർജത്തിന്റെ, അതായത് നമ്മളിൽ ഇരിക്കുന്ന ആ പരമമായ ശക്തിയുടെ ഒരു ചലനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എണീക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ഇത് പറയുന്നു, അടുത്ത നിമിഷത്തില് ഇത് ഞാൻ പറയണമെങ്കിൽ എന്നിലുള്ള ആ ശക്തി പ്രവർത്തിച്ചാൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ ആ ശക്തി പറയണം. നമ്മൾ ഉള്ളിലേക്ക് എടുത്ത ശ്വാസം, അമ്മ എപ്പോഴും സത്സംഗത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു ശ്വാസം പുറത്തേക്ക് വിടണമെന്ന് തീരുമാനിക്കുന്നത് ഭഗവാനാണ്. പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ നമ്മൾ മരിച്ചു അല്ലെ അതിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ ഓരോ ചലനങ്ങളെയും നിയന്ത്രിക്കുന്നതും നമ്മുടെ ആന്തരികമായ കാര്യങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതും, ആന്തരികമായ എല്ലാ അവയവങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതും ആ പരമമായ ശക്തിയാണ്. ആ ശക്തിയെയാണ് നമ്മൾ ഈശാനം എന്ന് പറയുന്നത്. ആ എല്ലാ ജീവജാലങ്ങളിലും ഉള്ളതാണ് ആ ശക്തി. ആ ശക്തിയാണ് ഈശാനം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് വാമദേവം. വാമദേവം എന്ന് പറഞ്ഞാൽ നമ്മുടെ, അതായത് മനുഷ്യരിൽ പറയുന്ന ഒരു മനസ്സ്. നമ്മൾ എന്ത് കാര്യവും മനസ്സിലല്ലേ ചിന്തിക്കുക, ചിന്തിച്ചു കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ബ്രെയിനിലേക്ക് കൊടുത്തിട്ട് അത് പ്രവൃത്തിയിലേക്ക് വരത്തുള്ളൂ. അതേപോലെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു മനസ്സുണ്ട്. അത് ജീവജാലങ്ങൾക്ക് മാത്രമല്ല, സസ്യജാലങ്ങൾക്കും ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു മനസ്സുണ്ട്. ആ മനസ്സിനെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അതിനെ അറിയുന്നതിനെയാണ് വാമദേവം എന്ന് പറയുന്നത്. വാമദേവം എന്ന് വെച്ചാല് പ്രപഞ്ചത്തിന്റെ മനസ്സ് എന്ന് വെച്ചാല് അതിനെ മനോമണ്ഡലം എന്ന് പറയാം. ഇപ്പൊ ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം വെട്ടാൻ പോകുമ്പോ ആ മരത്തിന് ജീവനുണ്ട്. ഇപ്പൊ നമ്മളൊരു മാവായാലും പ്ലാവായാലും പൂക്കാത്തതും കായ്ക്കാത്തതുമായ ഒരു മരമാണെങ്കിൽ ദിവസവും അതിന്റെ അടുത്ത് എന്ന് പറഞ്ഞ് നീ പൂത്തില്ലെങ്കിൽ നീ കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയുന്നു നമ്മൾ പറഞ്ഞു നോക്കൂ, അത് ഗംഭീരമായിട്ട് പൂത്ത് കായ തരും. അതെന്താ അറിയോ? അതിനെ വെട്ടാൻ പോവുകയാണെന്ന് അതിന് മനസ്സിലായി, അതിന്റെ മനസ്സുകൊണ്ട് അത് മനസ്സിലാക്കുകയാണ്. അതുപോലെ നമ്മൾ ഈ സഹസ്രനാമം ചെല്ലുമ്പോ തന്നെ, നമ്മൾ ശബ്ദത്തിലാണ് സഹസ്രനാമം ദിവസവും ചെല്ലണമെങ്കിൽ നമ്മുടെ പുറത്തുള്ള അതായത് സസ്യജാലങ്ങളെല്ലാം പൂക്കുകയും കാക്കുകയും ചെയ്യും. വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയുള്ളൂ. നമ്മളെ മുറ്റത്ത് നിൽക്കുന്ന സസ്യങ്ങള്, അത് നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവം ഉള്ളതായിരിക്കും. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ചെടികള് ദിവസവും നമ്മൾ വെള്ളം ഒഴിക്കുകയും, ചിലര് ചെടികളോട് എപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരെ കണ്ട്, പ്രകൃതിയിൽ എപ്പോഴും അവരോട് കൂടുതലാണെങ്കിൽ എപ്പോഴും ആ ചെടികളോട് സംസാരിച്ച് നമ്മുടെ കുട്ടികളെ നോക്കുന്ന പോലെ നോക്കിക്കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നമുക്ക് അതിന്റെ പ്രതിഫലം തരും. അപ്പൊ അതിന്റെ മനസ്സ്, അതായത് ഓരോ ജീവജാലങ്ങളിലുള്ള മനസ്സാണ്
നമ്മൾ പറയുന്ന കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ മരം വെട്ടാൻ വരുമ്പോ അവര് ശരിക്കും പൂജിച്ച് ആ മരത്തിനോട് സമ്മതം ചോദിച്ചിട്ടേ മരം മുറിക്കുള്ളൂ. മരം വെട്ടണ ആൾക്കാരെ എപ്പോഴും ആ മരത്തിനോട് സമ്മതം ചോദിക്കും. ഞാൻ മുറിക്കാൻ പോകണ മുറിക്കട്ടെ എന്ന് സമ്മതം ചോദിച്ചിട്ടാണ് അവർ സാധാരണ മരം വെട്ടാറുള്ളൂ എന്ന് പറയും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും ഒരു സമ്മതം ആരോടും ചോദിക്കില്ല. അപ്പൊ ആ ഒരു അതിന്റെ ജീവനുള്ള ഒരു വസ്തുവിനെ നമ്മൾ എടുക്കുമ്പോ അതിന്റെ ഒരു പെർമിഷൻ വേണം എന്നുള്ള ഒരു അതായത് അതിന്റെ ഉള്ളിലും ഒരു ജീവന്റെ അംശമുണ്ട്, ഭഗവാന്റെ അംശമുണ്ട്. അപ്പൊ അതിനെ മുറിക്കുകയാണെന്നുള്ളത് അതിനോട് സമ്മതം ചോദിച്ചിട്ടേ മുറിക്കാൻ പാടുള്ളൂ എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. ഇപ്പോഴുള്ളവര് അതൊന്നും കേൾക്കാറില്ല. അപ്പൊ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലുമുള്ള മനസ്സിനെയാണ് വാമദേവം എന്ന് പറയുന്നത്. ഇനി പ്രപഞ്ചത്തില് ഇതേപോലെ ഒരു ജ്ഞാനമുണ്ട്. പ്രപഞ്ചത്തിന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ജ്ഞാനമുണ്ട്. ജ്ഞാനം എന്ന് വെച്ചാൽ എല്ലാരും പറയും നമുക്ക് അറിവില്ല. നമുക്ക് അറിവുണ്ട്. നമ്മുടെ ഉള്ളിൽ മുഴുവൻ അറിവാണ്. ആ അറിവിനെ നമ്മള് നമ്മുടെ പ്രയത്നം കൊണ്ട് മനസ്സിലാക്കി കണ്ടും കേട്ടും ഉൾക്കൊള്ളുമ്പോഴാണ് അത് ആ അറിവ് കൂടുതൽ അറിവിലേക്ക് പോകുന്നത്. അതായത് തിരിച്ചറിവാകുന്നത്. ഇപ്പൊ സാറ് നമുക്കൊരു ക്ലാസ് എടുത്ത് തരുമ്പോ നമ്മളിൽ ഒരുപാട് അറിവുണ്ട്. സാറ് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അറിയണ കാര്യമാണ്. പക്ഷെ നമുക്കത് തിരിച്ചറിവാകുന്നത് എപ്പോഴാ? സാർ അത് പറഞ്ഞു തരുമ്പോ മാത്രമേ നമുക്കതൊരു തിരിച്ചറിവാകുന്നുള്ളൂ, അല്ലെ? നമ്മളിപ്പോ വിചാരിക്കും, ഓ സാർ ഈ പറയുന്ന കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. പക്ഷെ അതിനെ ഒരു തിരിച്ചറിവാക്കാനുള്ള കഴിവ് നമുക്കില്ല. അത് ഒരു ഗുരുവിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അറിവ് തിരിച്ചറിവായിട്ട് പുറത്തേക്ക് വരുന്നത്, അല്ലെ? അതുപോലെ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കൾക്കും ജ്ഞാനമുണ്ട്. ഇതേപോലെ ജ്ഞാനം എല്ലാ ജീവജാലങ്ങൾക്കുണ്ട്. സർവ്വചരാചരങ്ങൾക്കും ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം എന്താ വെച്ചാല് ഓരോരുത്തരുടെ, ഇപ്പൊ മനുഷ്യന്റെ അത്രയും ജ്ഞാനം ബാക്കിയുള്ള മൃഗങ്ങളിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിലെ ഈശ്വരന്റെ ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ മനുഷ്യന് വിവേക ബുദ്ധി ഉള്ളതുകൊണ്ട് മനുഷ്യൻ കൂടുതൽ ബുദ്ധി ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ സാധാരണയുള്ള മൃഗങ്ങൾക്ക് ഒരിക്കലും അവരുടെ അവർക്ക് വിവേകബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഭഗവാൻ എന്താണോ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ കാര്യങ്ങൾ അവര് ഒരു തെറ്റും ഇല്ലാണ്ട് ചെയ്തിരിക്കും. അവർക്ക് ഈശ്വരൻ കൊടുത്തിരിക്കുന്ന ആ കാര്യങ്ങളിൽ തെറ്റി അവർ ഒരിക്കലും നടക്കില്ല. മനുഷ്യന് വിവേകബുദ്ധി ഉള്ളതുകൊണ്ടാണ് മനുഷ്യന് എന്തും ചെയ്യാം എന്നുള്ള ഒരു അഹങ്കാരം വന്നിരിക്കുന്നത്. ബാക്കിയുള്ള ജീവജാലങ്ങളൊന്നും ഒരിക്കലും അവരുടേത് ഇപ്പം പ്രപഞ്ചത്തിലുള്ള പക്ഷികളായാലും മൃഗങ്ങളായാലും 6 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുങ്ങള് ഭക്ഷണം കഴിക്കില്ല. അത് പ്രകൃതിയുടെ നിയമമാണ്. അത് മനുഷ്യനും ആ നിയമം ബാധകമാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യണേ? നമ്മള് ചിലപ്പോ രാത്രി, ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി 11 മണി 1 മണി 2 മണിക്കൊക്കെയാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കുക. അപ്പൊ എന്താണ്? നമ്മുടെ ദഹനത്തിന്റെ ആവാസ വ്യവസ്ഥയാണ് അത് ബാധിക്കുന്നത്. ഇപ്പൊ കുട്ടികൾക്ക് അസുഖം വരുന്നു എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം എന്താണ്? 6 മണിക്ക് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഒരു സസ്യജാലങ്ങളോ മറ്റു മൃഗങ്ങളോ ഒന്നും ഭക്ഷണം കഴിക്കില്ല. സൂര്യന്റെ ശക്തിയിലാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. സൂര്യൻ അവിടെ ജ്വലിച്ചു നിന്നാലും സൂര്യന്റെ വെളിച്ചവും ചൂടും ആ ശക്തിയും നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഭൂമിയിൽ ഒരു കാര്യവും നടക്കില്ല. അപ്പൊ വെള്ളത്തിന്റെ ഇതായാലും ഏത് പ്രവൃത്തിയായാലും സൂര്യന്റെ ശക്തിയിലാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ 6 മണി അപ്പൊ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഈശ്വരൻ എന്താണോ അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കും. മനുഷ്യൻ മാത്രമാണ് അത് പ്രവർത്തിക്കാത്തത്. അപ്പൊ നമ്മള് അറ്റ്ലീസ്റ്റ് ഒരു 7:30 മണിക്ക് മുമ്പെങ്കിലും രാത്രിയിലത്തെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് ഏറ്റവും നല്ലതാണ്. അപ്പൊ എല്ലാവർക്കും സാധിക്കുമെന്ന് അറിയില്ല. സാധിക്കുകയാണെങ്കിൽ 7:30 ശരിക്കും 6:30 നമ്മൾ വിളക്കെത്തിക്കുന്ന സമയത്ത് കഴിക്കാത്തത് കൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കഴിക്കണം എന്ന് പറയാ. അല്ലെങ്കിൽ ഒരു 7:30 മുമ്പെങ്കിലും, അതായത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ രാവിലെ ഇപ്പൊ നമ്മുടെ സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം എല്ലാവരും കാലത്ത് 5 മണിക്ക് എല്ലാവരും യോഗയ്ക്ക് വരുന്നുണ്ട്. മിക്കൊരു യോഗയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു 4:30 4:45 അല്ലെങ്കിലും എഴുന്നേറ്റാലല്ലേ 5 മണിക്ക് കറക്റ്റ് ആയിട്ട് യോഗ ക്ലാസ്സിൽ വരുള്ളൂ. അപ്പൊ അത് നമ്മളിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് അത് വന്നുകൊണ്ട് നമുക്കതൊരു ചിട്ടയായി. നമുക്കിപ്പോ അലാറം ഇല്ലെങ്കിലും നമ്മൾ 5 മണിയാകുമ്പോഴേക്ക് റെഡി ആയിട്ട് ക്ലാസ്സിൽ വരും, യോഗ ചെയ്യാൻ വരും. അപ്പൊ എന്തെല്ലാം നല്ല കാര്യങ്ങളാണോ ഒരു മനുഷ്യന് വേണ്ടത് അതെല്ലാം ഇവിടെ ചിട്ടപ്പെടുത്തി സാർ കൊണ്ടുവന്നേക്കാണ്. അപ്പൊ യോഗ ക്ലാസ്സിൽ ചേർന്നു, സന്ധ്യക്ക് നാമം ജപിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി സന്ധ്യക്ക് നാമജപം തുടങ്ങി. അപ്പൊ നമുക്ക് അറിവ് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോ ആ അറിവിനെ നമ്മുടെ മുമ്പിലേക്ക് പ്രപഞ്ചം എത്തിച്ചു തരുന്നു. അപ്പൊ എപ്പോഴും നമ്മള് മിനിഞ്ഞാന്ന് ഗുണത്രയങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പൊ സത്വഗുണമാണ് നമ്മളിൽ ഉള്ളതെങ്കിൽ
നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ മുമ്പിലേക്ക് പ്രപഞ്ചം എത്തിച്ചു തരുന്നു. അപ്പൊ അത് എത്തിച്ചു തരണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ചിട്ടയായ ജീവിതത്തിലും മാറ്റം വരുത്തണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവർക്കും എല്ലാ അറിവും ഉണ്ടാവില്ല. ഞാൻ വീണ്ടും വീണ്ടും അത് പറയാണ്, എല്ലാവർക്കും എല്ലാ അറിവും ഉണ്ടാവില്ല. ഒരാളെ കുറിച്ച് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യൂട്ടോ, അതാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് പറയണു എന്ന് ചിന്തിക്കാതെ നിങ്ങൾക്കാണോ എല്ലാത്തിലും അറിവ് എന്ന് ചോദിക്കുന്നതല്ല അറിവ്. അതൊരിക്കലും ഒരു അറിവല്ല, അത് അറിവില്ലായ്മയാണ്. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്ന് നമ്മൾ അറിഞ്ഞിട്ട് അവര് പറഞ്ഞാണല്ലോ നമ്മൾ അതൊന്ന് അനുസരിച്ചേക്കാന്ന് വിചാരിച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കാനില്ല, അല്ലെ? നമ്മളെ എപ്പോഴും വിനയത്തോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തില് നമ്മുടെ സ്വഭാവത്തിലെ ഏറ്റവും വരേണ്ട ഒരു കാര്യമാണ് വിനയം. അപ്പം അറിവ് കൂടുന്തോറും വിനയം കൂടണം എന്നാണ്. അപ്പൊ നമ്മൾ സാറിന്റെ ക്ലാസ്സിൽ ഇന്ന് ഇത്രയും അറിവ് നമുക്ക് ഉണ്ടായിട്ട് ആ വിനയം നമ്മുടെ സ്വഭാവത്തിൽ വന്നില്ലെങ്കിൽ അത് സത്വഗുണം ആവില്ല, അല്ലെ? അത് രജോ ഗുണത്തിലേക്ക് പോകും. രജോ ഗുണം പ്രവൃത്തി ചെയ്യാനൊക്കെ നല്ലതാണെങ്കിലും ഏറ്റവും നല്ലൊരു ഗുണം സത്വഗുണമാണെങ്കിൽ തീർച്ചയായിട്ടും ആ സത്വഗുണത്തിലേക്ക് നമ്മൾ എത്തണ്ടേ? അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഇത്രയും, നമുക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലല്ലോ നമ്മളിത് ചെയ്യണേ. നമ്മളൊക്കെ ഒരുപാട് വൈകി, നമുക്കൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ഏജ് ആയിട്ടായിരിക്കും നടക്കുന്നത്. പക്ഷെ എന്റെ ഒരു അനുഭവം വെച്ച് ഇന്നലെ മിനിഞ്ഞാന്ന് സാറ് ഇതില് ഒരു കാര്യം പറഞ്ഞത് ഞാൻ എന്റെ മനസ്സുകൊണ്ട് കുറെ ദിവസമായിട്ട് ഞാൻ സങ്കല്പിക്കുന്ന ഒരു കാര്യം മിനിഞ്ഞാന്ന് സാറ് പറഞ്ഞു. അത് ഞാൻ പിന്നെ പറയാം നിങ്ങളോട്. പക്ഷെ എന്റെ മനസ്സില് ഞാൻ എന്റെ മക്കളെ എങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അതിപ്പോ ഭഗവാൻ എനിക്ക് സാധിപ്പിച്ചു തരാണ്. അതിന് ഞാൻ പ്രപഞ്ചശക്തിയോടും വളരെ നന്ദി പറയാണ്. ഞാൻ അതിന്റെ ഒരു ചെറിയൊരു ഇത് പറയാം. എന്റെ മകള് 12 വയസ്സിൽ അമ്മയുടെ അടുത്ത് നിന്ന് മന്ത്രദീക്ഷ സ്വീകരിച്ചതാ. അപ്പൊ ഈ മന്ത്രദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രം നമ്മൾ ആരോടും പറയാൻ പാടില്ല എന്നാണ്. കുട്ടികളാണെങ്കിൽ പോലും പറയില്ല. പക്ഷെ അവളത് ജപിക്കണ്ടോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. 12 വയസ്സിൽ ഒരു കുട്ടി മന്ത്രദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാല് അത് കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കണ്ടോ, ചിലപ്പോ അതൊക്കെ കുട്ടികളായതുകൊണ്ട് വിട്ടുപോകുന്ന ഞാൻ വിചാരിച്ചേ. പക്ഷെ അവളത് വിടാണ്ട് എപ്പോഴും ജപിച്ച് അത് ഹൃദ്യസ്ഥമാക്കിയപ്പോ പിന്നെ മനസ്സ് ജപിക്കാൻ തുടങ്ങി. അപ്പൊ ആ മന്ത്രം ഇതുവരെ ഇത്രയും വയസ്സായിട്ടും ആ മന്ത്രജപം ഇതുവരെ നിർത്തിയിട്ടുണ്ടായില്ല. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താന്ന് വിചാരിച്ചാല് ഇപ്പം യോഗ ട്രെയിനറാണ്. ഇപ്പൊ ക്രിയായോഗ ദീക്ഷ സ്വീകരിച്ചു, 2ാമത്തെ ദീക്ഷയാണ്. അപ്പൊ ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ സഹസ്രനാമം പറയുന്നതിൻ്റെ ഉള്ളിൽ ഇത് എന്താ പറയുന്നത് വെച്ചാല് ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന ഓരോ അനുഭവങ്ങളും എങ്ങനെയാണ് ഭഗവാൻ കൊണ്ടെന്ന് നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാ. എന്റെ കാര്യമായതുകൊണ്ട് പറയില്ല, എനിക്ക് എന്റെ കാര്യമായതുകൊണ്ട് എനിക്ക് ഇതായിട്ട് ഉറപ്പിച്ച് പറയാം. എന്താ അറിയോ, ഞാൻ ഇത് ചെയ്തതുകൊണ്ട് എനിക്കിത് കിട്ടി എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കും അത് സാധിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്നലെ അവർക്ക് കഴിഞ്ഞ ആഴ്ച അവർക്ക് ക്രിയായോഗയുടെ 2ാമത്തെ ദീക്ഷ സ്വീകരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ അതിന് പോയിണ്ടായിരുന്നു. അപ്പൊ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും സാധാരണ മെഡിറ്റേഷന്റെ ഇത് കൂടുമ്പോൾ നമുക്ക് ശാരീരികമായിട്ട് ഭയങ്കര മാറ്റങ്ങളൊക്കെ വരും. അപ്പൊ അതൊരു കുരുമുഖത്ത് നിന്ന് തന്നെ അതിന്റെ ഇതൊക്കെ കിട്ടണം. അപ്പൊ ഇന്നലെ അവര് തിരുവനന്തപുരത്ത് മരുത്വാമല എന്ന് പറഞ്ഞിട്ടൊരു മലയുണ്ട്. തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം മരുത്വാമല. അപ്പൊ അത് ഭയങ്കര ട്രക്കിങ്ങുള്ള സ്ഥലമാണ്. എപ്പോഴും ഇവര് പോവാറുണ്ട്. അപ്പൊ ഇന്നലെ രാവിലെ അവിടെ പോയപ്പോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല മലയിലേക്ക് കയറാൻ. അപ്പൊ ഇവളും ഇവരുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഇവര് 2ആളും കൂടെ മല കയറുമ്പോ ഒരു പട്ടി, ഒരു സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പട്ടി ഇവരുടെ കൂടെ ഈ മലയുടെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ കുറെ ദൂരം മുകളിലേക്ക് കയറി കഴിയുമ്പോഴാണ് ശ്രീനാരായണ ഗുരു തപസ് ചെയ്ത ഒരു ഗുഹയുണ്ട് അവിടെ. ആദ്യം അപ്പൊ ഈ കാട് പിടിച്ച് കിടക്കുന്നോണ്ട് ഇവർക്ക് ശരിക്കും വഴിയൊന്നും അറിയില്ലായിരുന്നു. ഈ പട്ടി കറക്റ്റായിട്ട് ഇവരെ കൊണ്ടുപോയി, ഇവര് നിന്ന് കഴിഞ്ഞാൽ ഉടനെ അതവിടെ നിൽക്കും. എന്നിട്ട് ഇവര് നടക്കുമ്പോ ഇത് മുമ്പിൽ നടക്കും. ഇവര് ഈ ശ്രീനാരായണ ഗുരു തപസ് ചെയ്ത ആ ഗുഹയുടെ ഉള്ളിൽ അവിടെ കൊണ്ടുവന്നിട്ട് ഇത് അതിന്റെ മുമ്പിൽ അവിടെ കിടന്നിട്ട് ഇവരവിടെ മെഡിറ്റേറ്റ് ചെയ്യാനിരുന്നു. അത് കഴിഞ്ഞ് അതിന്റെ മുകളിലേക്ക് കയറി കഴിയുമ്പോഴാണ് അഗസ്ത്യമുനി തപസ് ചെയ്തൊരു ഗുഹയുണ്ട് അവിടെ. അത് ആർക്കും അറിയില്ല, അത് ഭയങ്കര ഹൈറ്റിലുള്ളതാ. അപ്പൊ ഈ പട്ടി അപ്പൊ ഇവര് പോവാന്ന് വിചാരിച്ചപ്പോ ഇവർക്ക് വഴി അറിയില്ല. അപ്പൊ എവിടെയാണെങ്കിൽ വേറെ മലയുടെ മുകളിലായതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവര് പോണ്ടാന്ന് വിചാരിച്ച് തിരിച്ചു വരാൻ നിൽക്കുമ്പോ ഇങ്ങനെ നിറച്ച് കുറ്റിക്കാട് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പൊ ഈ പട്ടി ഇവരുടെ മുമ്പിൽ വന്നിട്ട് ഇവരുടെ മുമ്പിൽ നടക്കും, എന്നിട്ട് തിരിഞ്ഞു നോക്കും ഇവര് പിന്നാലെ ചെല്ലുണ്ടോന്ന്. അപ്പൊ ഇവര് എന്തായാലും കൂടെ പട്ടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു, അത് വഴി കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്
നമ്മൾ പട്ടി എന്ന് പറയുമ്പോൾ രൂപത്തിലാണ് കേട്ടോ പട്ടി ശരിക്കും പറഞ്ഞ. അതിന്റെ സോൾ സ്റ്റേറ്റ് എവിടെയാന്ന് വെച്ചാൽ അത് അത്രയും ഉയരങ്ങളിലുള്ള ഒരു സോളാണ്. അപ്പൊ അതിന് ഏതോ അതിന്റെ ഒരു കർമ്മദോഷം കൊണ്ട് അതൊരു പട്ടിയായിട്ട് ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് എന്നും മരുത്വാമലയുടെ മുകളില് കഴിയുന്ന ഒരു പട്ടിയാണ്. അപ്പൊ ഇവരെ കൊണ്ടുപോയിട്ട് ഈ അഗസ്ത്യ മുനി മെഡിറ്റേറ്റ് ചെയ്ത സ്ഥലത്ത് അവിടെ അതിന്റെ ആ ഗുഹയുടെ ഉള്ളിൽ അധികം സ്ഥലമൊന്നുമില്ല. ഒരു അദ്ദേഹത്തിന്റെ ആ ഗുരുവിന്റെ ഒരു ചെറിയ പ്രതിമയുണ്ട്. അതിന്റെ അടുത്ത് ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് രണ്ടാൾക്ക് ഇരിക്കണം. ഈ പട്ടി വേഗം ചെന്ന് ആ പ്രതിമയുടെ അടുത്ത് കിടന്നു. ഇവര് രണ്ടാളും അവിടെ ഇരുന്ന് കുറെ നേരം മെഡിറ്റേറ്റ് ചെയ്തു. തിരിച്ച് ഇവരിറങ്ങുമ്പോ അത് വേഗം മുമ്പിൽ ഇറങ്ങി ഇവർക്ക് വഴി കാണിച്ച് കുറെ ദൂരം ഇറങ്ങി കഴിഞ്ഞപ്പോ അവിടെ ഒരു സന്യാസി വര്യൻ സ്ഥിരമായിട്ട് അവിടെ താമസിക്കുന്ന ഒരു യോഗിയാണ്. അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് ആരാ നിങ്ങൾക്ക് വഴി കാണിച്ചെന്ന് അങ്ങോട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഇതാണെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അത് ഇവിടെ വരുന്ന എല്ലാവർക്കും വഴി കാണിച്ചു കൊടുക്കില്ല, ചില ആൾക്കാർക്ക് മാത്രമേ അത് അഗസ്ത്യ പീഠത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുള്ളൂ, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കില്ല. ആര് വരുമ്പോഴും അതിനെ ബോധ്യപ്പെട്ടതാണെങ്കിൽ അത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. ഇവരെവിടെ ഇരുന്നാലും അത് കൂടെ കിടക്കും. ഇവരെന്താണോ കഴിക്കുന്നത് അത് കൊടുത്താൽ അത് കഴിക്കും. അപ്പൊ അദ്ദേഹം പറയാണ്, അദ്ദേഹം നല്ല ജ്ഞാനിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെന്നെ മുജന്മത്തിൽ എന്തോ ഒരു കർമ്മദോഷം കൊണ്ടാണ് അതൊരു നായയായിട്ട് ജനിച്ചേക്കണേ. പക്ഷെ ഈ മരുത്വാമലയുടെ മുകളിൽ നിന്ന് അത് പോവില്ല. അപ്പൊ ഇനി അടുത്ത ജന്മം അതിന് മനുഷ്യന്റെയാണ് കിട്ടാൻ പോണത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു ഫലം ഉണ്ടെന്നുള്ളത് ഉറപ്പായില്ലേ. അപ്പം എന്റെ മോളോട് ആ സ്വാമി സന്യാസി സംസാരിച്ചപ്പോ ചോദിച്ചു, മോളുടെ വീട്ടില് ആരൊക്കെയാ മെഡിറ്റേഷൻ എടുക്കുന്ന ആൾക്കാരെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അച്ഛൻ നേരത്തെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പം എന്റെ ബ്രദർ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ പറഞ്ഞു, ആ ഒരാളുടെ സോൾ എന്നും മോളുടെ കൂടെ ഉണ്ട്. മോൾക്ക് ഈ ജന്മത്തിൽ തന്നെ പരമാവധി ഇതിന് ഒരു സമാധിയിലേക്ക് പോകാനുള്ള ഇതുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഇങ്ങനെ വന്നത് എന്നുള്ളത് ആ സോളിന്റെ ഇതുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തില് എനിക്ക് മക്കളുണ്ടാകുമ്പോ ഞാൻ ആകെ പ്രാർത്ഥിച്ചേക്കണ, ഈശ്വര നല്ല മനുഷ്യരായിട്ട് എന്റെ മക്കളെ വളർത്തി തരണം. മനുഷ്യനാവാൻ, നല്ലൊരു മനുഷ്യനാവാൻ എന്തെല്ലാം ഗുണങ്ങൾ വേണോ അത് മാത്രം ഉണ്ടായാൽ മതി എന്റെ മക്കൾക്ക്. ഞാൻ ഒരിക്കലും അവർക്ക് ഭയങ്കര വിദ്യാഭ്യാസം വേണമെന്നോ ഭയങ്കര ജോലി വേണം അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ എല്ലാരും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ജോലിയുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് എന്താണോ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സായുജ്യം, അതിലേക്കാണ് ഇപ്പൊ എന്റെ മോള് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് അവളെ ഈശ്വരൻ സഹായിക്കട്ടെ, അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു മോളെ ജന്മം കൊടുക്കാൻ സാധിച്ച എനിക്ക് ഞാൻ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുകയാണ്, എന്റെ അമ്മയുടെ മുമ്പിൽ നമസ്കരിക്കുകയാണ്, സാറിന്റെ മുമ്പിൽ നമസ്കരിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ, ഞാൻ സാറിനോട് പോലും പറയാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയാണ്. 3 മാസം ഇവിടെ നമ്മുടെ ക്ലാസ്സില് നമ്മുടെ ഇതിൽ യോഗ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇവിടേക്ക് പോയിണ്ടായിരുന്നു, ഹിമാലയ യാത്ര വന്നതുകൊണ്ടാണ് അന്ന് അത് ബ്രേക്ക് ആക്കിയത്. പക്ഷെ അവള് പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയോ, 3 വർഷമായിട്ട് ഹിമാലയത്തിലേക്ക് പോവാൻ പുറപ്പെട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അവിടെ അഡ്വാൻസ് കൊടുത്തിട്ട് പോലും അവൾക്ക് പോവാൻ സാധിച്ചില്ല. പക്ഷെ സാറ് ഇവിടെ നിന്ന് കൊടുത്ത, അവൾക്ക് ഫീസ് കൊടുക്കണ്ടായിരുന്നു, സാറ് ശമ്പളമായിട്ട് കൊടുത്തിരുന്നു. ആ 3 മാസത്തെ നമ്മളെല്ലാവരും കൊടുത്ത ആ ശമ്പളം എടുത്തിട്ട് അതിന്റെ ഒരു പൈസ പോലും വേറെ ഒന്നിലേക്കും ചെലവാക്കണ്ട, ആ പൈസ കൊണ്ടുപോയിട്ടാണ് അവള് ഹിമാലയ യാത്ര പൂർത്തീകരിച്ചത്, ചാർധാം യാത്ര. അപ്പൊ അവള് പറഞ്ഞൊരു കാര്യം എന്താ പറയുക, സാറിനോട് പോലും അത് പറഞ്ഞിട്ടില്ല. അമ്മേ, സാറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് അത് കിട്ടിയിട്ട് വേണമായിരുന്നു എനിക്ക് ചാർധാം യാത്ര നടത്താൻ. അതാണ് ഈശ്വരന്റെ നിയോഗം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ പൈസ ഇല്ലാഞ്ഞിട്ടോ 3 വർഷമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോവാൻ പറ്റാണ്ട് ഈ സാറിന്റെ ക്ലാസ്സിൽ, നമ്മുടെ ഈ ക്ലാസ്സിൽ വന്ന് 3 മാസം യോഗ എടുത്ത് ആ ഫീസ് സാറ് കൊടുത്ത ശമ്പളം കൊണ്ട്, ആ പൈസ കൊണ്ട്, അതിൽ ഒരു പൈസ പോലും കയ്യിൽ നിന്ന് ചേർക്കാണ്ട് ആ പൈസ കൊണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതാണോ ജീവിതത്തിന്റെ ഇത്? ഇപ്പൊ പൈസ നമുക്ക് എവിടെ, അവരുടെ കയ്യിലൊക്കെ ഒരുപാട് പൈസയൊക്കെ ഉണ്ട്, പോവാണെങ്കിൽ ഒരു വിഷമമില്ല പോവാൻ. പക്ഷെ ഭഗവാന്റെ ഒരു നിയോഗമുണ്ട്, ഇത് എവിടെ നിന്ന് കിട്ടിയിട്ട് പോകണം എന്നുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് കൊടുക്കുന്ന ഫീസ് സാറ് അവൾക്ക് കൊടുത്തപ്പോ ആ പൈസ കൊണ്ടാണ് ചാർധാമിലേക്ക് പോയത്. ഞാനപ്പൊ സാറിനോട് അത് പറയണമെന്ന് പല പ്രാവശ്യം ഞാൻ ഇതാക്കിയിട്ട്, പക്ഷെ ഞാൻ പറഞ്ഞു, ഇതുവരെ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല.
പക്ഷെ അപ്പൊ ഞാൻ ആലോചിക്കാം എങ്ങനെയാണ് മനുഷ്യർ തമ്മിൽ ഒരു ലിങ്ക് വരണേന്ന് ഞാൻ ആലോചിക്കണം. ഇന്ന് ആദർശ് എന്നോട് പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ മെഡിറ്റേഷൻ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ആദർശ് എന്നോട് പറഞ്ഞു, സാർ ഇന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ എന്തുകൊണ്ടാണ് എല്ലാവരും എവിടേക്ക് പോയാലും സാറിന്റെ ഗ്രൂപ്പിൽ തന്നെ നിൽക്കുന്നത്, എല്ലാവരും ഒരു ഉത്തരം പറയണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഏകദേശം മനസ്സിലായോ എന്തുകൊണ്ടാണെന്ന്? ഇത് പ്രപഞ്ചം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ലിങ്ക് വരുന്നത്? ഇപ്പൊ സാറുമായിട്ട് നമുക്ക് യൂട്യൂബിൽ ഒരുപാട് പേര് ഇതുപോലെ ക്ലാസ് എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ആ ക്ലാസ്സിൽ കയറാണ്ട് ഇവിടെ തന്നെ ഒന്ന് സാറിന്റെ അടുത്ത് വന്ന് നിൽക്കണേ? വന്നവരാരും മിക്കവരും കുറെ പേരെ പോയിട്ടുള്ളൂ, കുറെ പേര് ഇവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെ അവിടുത്തെ ആ തീരുമാനമാണ്, എവിടെ ആരുടെ കൂടെ നിൽക്കണം. അപ്പൊ ഞാൻ അമ്മയുടെ ഡിവോട്ടിയാണ്, ലൈല ഭഗവാന്റെ സത്യസായി ബാബയുടെ ഡിവോട്ടിയാണ്. അങ്ങനെ ഇവിടെ വന്നേക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർ ഓരോരുത്തരുടെ ഡിവോട്ടീസ്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോ അപ്പൊ നമ്മുടെ ഒരു നിയോഗമുണ്ട്. ഞാനിപ്പോ സാറിന്റെ കൂടെ നിൽക്കണേൽ എന്റെ ഒരു നിയോഗം ഞാൻ പറയാം, എനിക്ക് സാറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യണം, അതാണ് എന്റെ നിയോഗം. അപ്പൊ ഞാനത്, എനിക്ക് മെഡിറ്റേഷൻ ആണ് എന്നുള്ളതുകൊണ്ട് ഞാൻ മെഡിറ്റേഷൻ എത്രത്തോളം എനിക്ക് ഹയസ്റ്റിലേക്ക് പോകാൻ പറ്റുമോ അത്രയും പോയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് വേണം ബാക്കിയുള്ളവർ പഠിപ്പിക്കാൻ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ഭഗവാൻ സാധിപ്പിച്ച് തരുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളിലും ഓരോ ലിങ്ക് വരണേന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പൊ എന്റെ മകളുടെ കാര്യം ആയതുകൊണ്ട് അത് എന്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ്. അത് നമ്മൾ പറഞ്ഞു കേട്ട് പറയല്ല, നമ്മൾക്കുള്ള അനുഭവമാണ്. അങ്ങനെ ഓരോ അനുഭവങ്ങളും ഓരോരുത്തർക്കും ഉണ്ട്. ഈ സഹസ്രനാമം ചെല്ലുമ്പോ ഇപ്പം ഇത്രയും ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല്, എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തെ പുറത്തേക്ക് കൊണ്ടുവരണ അതിന്റെ പേരാണ്, അതായത് സർവ്വജീവജാലങ്ങളിലും സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ പ്രപഞ്ചത്തിന്റെ ജ്ഞാനത്തിനെയാണ് അഘോരം എന്ന് പറയാ. ആ അഘോരത്തിന് ഭയങ്കര പവറാണ്, ശക്തി കൂടുതലാണ്. അപ്പൊ ഭഗവാന്റെ ഓരോ വിഭൂതികൾക്കും ശക്തി കൂടുതലാണ്. ഓരോന്നും വരുമ്പോഴും ഓരോന്നിന്റെയും ശക്തി കൂടുതലായിട്ട് വരികയാണ്. ആ അഘോര രൂപിയായിട്ടുള്ള ഭഗവാൻ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ജ്ഞാനത്തെ നമുക്ക് തരാൻ വേണ്ടി അമ്മ ഈ 5 ശക്തികളും എടുത്തിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അമ്മയെ മാത്രം പ്രാർത്ഥിച്ചാൽ നമുക്ക് ആ ജ്ഞാനം വരുമല്ലോ. അപ്പൊ സഹസ്രനാമം വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ സഹസ്രനാമം തന്നെ നമ്മൾ ദിവസവും ജപിച്ചാൽ തന്നെ നമ്മുടെ ഉള്ളില് ജ്ഞാനം നിറയാൻ തുടങ്ങും. ആ ജ്ഞാനത്തെ, അപ്പൊ നമ്മൾ ആ ജ്ഞാനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സാറിന്റെ ക്ലാസ്സിൽ വന്നു നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാക്കി തരുന്നത് സാർ. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ അങ്ങനെ എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ വന്ന് ഞാൻ സാറിന്റെ ക്ലാസ് ആകെ ജേർണി ടു ഹാപ്പിനെസ് മാത്രമാണ് ഞാൻ ചെയ്തത്. പക്ഷെ ആ ഒരു ക്ലാസ്സിൽ എനിക്കൊരു തിരിച്ചറിവുണ്ടായത് ആ സമയത്താണ്. നമുക്ക് അറിവ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഒരു തിരിച്ചറിവുണ്ടാവുമ്പോഴാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധം നമ്മളിലേക്ക് വരുള്ളൂ. അപ്പൊ അവിടെ നിന്നുള്ള യാത്രയിൽ തീർച്ചയായിട്ടും ഞാൻ ഇത്രയും വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അമ്മയുടെ അനുഗ്രഹവും സാറിന്റെ ഒരു അനുഗ്രഹവും തന്നെയാണ്. അപ്പം എപ്പോഴും സാറിനോട് നന്ദിയും സ്നേഹവും, എപ്പോഴും ഞാൻ സാറിന്റെയും അമ്മയുടെയും കാല് തൊട്ട് നമസ്കരിക്കാണ്ട് ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ചാല് നമുക്ക് അത്രയും ഒരു ഉയർച്ചയാണ് ഭഗവാൻ തരുന്നത്. അപ്പൊ ഓരോരുത്തരിൽ നിന്നാണ് ഓരോ നിയോഗങ്ങൾ നമുക്ക് ഉണ്ടാവണേ. അറിവ് ഉണ്ടാവാനുള്ള ഒരു നിയോഗങ്ങൾ ഭഗവാൻ തരുന്ന ഓരോരുത്തരിലൂടെയാണ്. അപ്പൊ സാറിലൂടെയാണ് നമുക്ക് അങ്ങനെ ഒരു നിയോഗം വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും. അപ്പം ഒരെണ്ണം കൂടെ ഉള്ളൂ, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ജ്ഞാനം അഘോരം. ഇനി അടുത്തത് തൽപുരുഷം. തൽപുരുഷം എന്ന് പറഞ്ഞാൽ പരമാത്മാവിന്റെ 5ാമത്തെ വിഭൂതിയാണ്. ആ തൽപുരുഷം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ഓരോ ജീവജാലങ്ങളും അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. നമ്മളിപ്പം സാധാരണ പറയുമ്പോൾ സാധാരണ ഉണ്ടാവുന്ന ഒരു സന്തോഷമല്ലാതെ നമ്മള് കുറേ നാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളില് നമുക്ക് ഭയങ്കര ഒരു ആനന്ദം വരും. അത് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തിനെ തിരിച്ചറിയുമ്പോഴാണ് ആ ആനന്ദം എപ്പോഴും നമ്മളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അത് എപ്പോഴും ഉണ്ടാവും, അത് ഒരിക്കലും അവസാനിക്കില്ല. അതിന് ഒരുപാട് പടികൾ, ഇപ്പം 18 പടികളുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ആ 18 പടികളിലൊക്കെ അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ആ ആനന്ദാവസ്ഥയിലേക്ക് നമ്മൾ എത്തണേ. ഫുൾ ടൈം ആനന്ദാവസ്ഥ തന്നെയാണ്. ഇപ്പൊ ഈ വലിയ വലിയ മഹാപുരുഷന്മാരും, ഇപ്പൊ ശ്രീനാരായണ ഗുരു ആയാലും വിവേകാനന്ദനായാലും ഈ സാക്ഷാത്കാരം പറയുന്നത് ആ ആനന്ദാവസ്ഥയാണ്. എപ്പോഴും ആനന്ദത്തിലാണ് അവർ ജീവിക്കുന്നത്. ആ ആനന്ദമായ അവസ്ഥയാണ് ഭഗവാന്റെ തൽപുരുഷം എന്ന് പറയുന്നത്. അപ്പൊ ആ 5 ശക്തികളെയും നിലനിർത്തുന്നത് ആരാണ്? അമ്മയാണ്. ഈ 5 പ്രപഞ്ചത്തിന്റെ 5 ശക്തികളെയും നിലനിർത്തുന്നത്
അമ്മയാണ്. അപ്പൊ ആ അമ്മയാണ് നമ്മൾ എപ്പോഴും ഭജിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈശ്വരനെ മാത്രമേ നമ്മൾ എപ്പോഴും പരമാത്മാവെന്നും പരബ്രഹ്മെന്നും പറയാറുള്ളൂ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദം. വേദം എന്ന് വെച്ചാൽ എന്താണ്? അറിവാണ്. ആ അറിവ്, പഞ്ചബ്രഹ്മം എന്ന് വെച്ചാൽ എല്ലാ അറിവുകളും നിറഞ്ഞ ആളാണ് ഈശ്വരൻ. അപ്പൊ എല്ലാ വസ്തുക്കളിലും പുറമേ കാണുന്നതല്ലാത്ത ഓരോ അവസ്ഥകളുണ്ട്. ആ അവസ്ഥകളെയാണ് നമ്മളിവിടെ പറഞ്ഞത്. അഞ്ചവസ്ഥകള്. ഏറ്റവും ലാസ്റ്റ് ഉള്ള അവസ്ഥയാണ് തൽപുരുഷം. അപ്പൊ ആ തൽപുരുഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോ ഒരു ജന്മം കൊണ്ട്, സുഹൃത്തികൾക്കൊക്കെ ചിലപ്പോ കുറച്ച് ജന്മം കൊണ്ട് സാധിക്കും. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഒരുപാട് ജന്മങ്ങൾ എടുക്കേണ്ടി വരും. എന്നാലും നമ്മളൊക്കെ ഇപ്പൊ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും താഴത്തേക്ക് പോകരുത്, മുകളിലേക്ക് ഉയർന്നു വരിക. മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും ചിന്ത കൊണ്ടും ഒക്കെ നമ്മൾ ഉയരങ്ങളിലേക്ക് പോകണം. എപ്പോഴും മറ്റുള്ളവർക്ക് നന്മ വരാനുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാവണം. മറ്റുള്ളവരിലെ നന്മ കാണുമ്പോ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. നമ്മളിൽ എന്ത് ഗുണങ്ങൾ, മറ്റുള്ളവരിൽ ഒരു കുറവും കാണണ്ട. നമ്മളിലുള്ള കുറവേ മറ്റുള്ളവർക്കും ഉണ്ടാവുള്ളൂ. നമ്മളിൽ കുറവില്ലെങ്കിൽ മറ്റുള്ളവർക്കും കുറവില്ല. നമ്മളിൽ കുറവ് വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരിൽ കുറവ് കാണാൻ ശ്രമിക്കുന്നത്. അതൊന്നും ആരും, ഒരു കുറവും ആരിലും കാണണ്ട. നമുക്ക് തന്നേക്കുന്ന അനുഗ്രഹത്തെ, ഭഗവാൻ ഒരുപാട് അനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ എപ്പോഴും അനുഗ്രഹം നിറഞ്ഞിരിക്കുകയാണ്. അതിനെ കൈനീട്ടി സ്വീകരിക്കണമെങ്കിൽ നമ്മളിൽ നല്ലൊരു മനുഷ്യൻ ഉണ്ടായാൽ മതി, നല്ലൊരു സ്വഭാവം ഉണ്ടായാൽ മതി. അതെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നല്ലത് മാത്രം എല്ലാവർക്കും വരട്ടെ.